അങ്ങനെ തിരുപ്പതിയിൽ നിന്ന് ഗോവയിൽ എത്തിയിട്ടുണ്ട് നമ്മൾ. ഞങ്ങൾ താമസിക്കാൻ ബുക്ക് ചെയ്തിരുന്ന അപ്പാർട്ട്മെൻറ്റിൻ്റെ ഓണർ ഞങ്ങളെ പിക്ക് ചെയ്യാൻ വന്നു. അപ്പോൾ ഇനി നേരെ അപ്പാർട്ട്മെൻറ്റിലേക്ക് അപ്പോൾ ഒന്ന് ഫ്രഷ് ആയിട്ട് നമുക്ക് നേരെ ബീച്ചിലേക്ക് പോവാം. ജസ്റ്റ് ഒന്ന് ഫ്രഷായി അപ്പം തന്നെ ഞങ്ങൾ ഇറങ്ങി. ഇത് കോൾവ ബീച്ചാണ് കേട്ടോ. ഈ സൗത്ത് ഗോവയിലെ മെയിൻ ആയിട്ടുള്ളൊരു ബീച്ചാണ് കോൾവ. ഞങ്ങൾ താമസിക്കുന്നത് ഈ ബീച്ചിന് അടുത്തായിട്ടാണ്. സത്യത്തിൽ ഞങ്ങൾ ഇവിടെ അല്ല താമസിക്കാൻ ആഗ്രഹിച്ചിരുന്നത്. കാരണം ഞങ്ങൾ തീരുമാനിച്ചാണ് ട്രിപ്പ് പോകാമെന്നുള്ളത്. അപ്പോൾ നമുക്ക് താമസിക്കാൻ നമ്മൾ ആഗ്രഹിച്ച സ്ഥലത്ത് കിട്ടിയില്ല. ഞങ്ങൾ ബെനോലിയം ഏരിയയിലാണ് നോക്കിയത്. അപ്പോൾ 2 ഇയർ ബാക്ക് ഞങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബെനോലിയം ബീച്ച് ഞങ്ങളുടെ ഫേവറേറ്റ് ബീച്ചാണ്. അപ്പോൾ അവിടെ അടുത്ത് കിട്ടുമെന്ന് നോക്കി, പക്ഷേ അന്നേരം അവിടെ ഒന്നും അവൈലബിൾ ആയിരുന്നില്ല. അതുകൊണ്ട് അങ്ങനെ നോക്കി അവസാനം കിട്ടിയതാണ് കോൾവയുടെ അടുത്ത്. ഇത് നല്ല ബീച്ച് തന്നെയാണ്, പക്ഷേ മറ്റേ ബീച്ചുകളെ വെച്ച് നോക്കുമ്പോൾ കുറച്ച് ക്രൗഡഡ് ആണ്. അത് പക്ഷെ പകലൊന്നും ഇല്ല, കുറച്ചൊന്ന് വൈകിട്ടൊക്കെ ആയി കഴിയുമ്പം കുറച്ച് തിരക്കുകളൊക്കെ ഉണ്ടാവും. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചിട്ടില്ല. അപ്പോൾ നേരെ ഈ ബീച്ചിലോട്ട് പോകുന്നതാണ്. അപ്പോൾ ഇനി ഇവിടുന്ന് എവിടെയെങ്കിലും കയറിയിട്ട് വേണം കഴിക്കാൻ. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ ഫാമിലിയിലേക്ക് ജോയിൻ ചെയ്യാം. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ തൊട്ടടുത്തൊരു കുഞ്ഞ് ബെല്ലൈക്കൺ ഉണ്ട്, അതും കൂടി എനേബിൾ ചെയ്ത് വയ്ക്കുക. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു. അവർ റഷ്യക്കാരാണെന്ന് തോന്നുന്നു ആ ഷാക്ക് നടത്തുന്നത്. അപ്പോൾ നല്ലതായിരുന്നു, നല്ല ടോസ്റ്റായിരുന്നു. ഫുൾ ടൈം ഈ ബീച്ചിലെ വെള്ളത്തിൽ കിടക്കാൻ വേണ്ടിയിട്ടാണ് ഇത്ര ദൂരെ വന്നത്. അപ്പോൾ വിചാരിക്കും നമ്മുടെ നാട്ടിൽ ബീച്ചില്ലേന്ന്. നമ്മുടെ നാട്ടിലെ ബീച്ച് പോലെ അല്ല കേട്ടോ ഇവിടെ, നല്ല ക്ലീനാണ്. നമുക്ക് ഇവിടുന്ന് അകത്തേക്ക് ഒരു 1.5 കിലോമീറ്റർ നടന്ന് ചെല്ലാം, അത്ര ആഴേ ഉള്ളൂ അവിടെയൊക്കെ. മാത്രമല്ല സൗത്ത് ഗോവയിലെ ബീച്ച് പൊതുവെ നല്ല കാം ആൻഡ് ക്വയറ്റ് ബീച്ചാണ്. അധികം ബഹളങ്ങളൊന്നുമില്ല. മാക്സിമം ഈ വിദേശികളൊക്കെ വരുന്നതും സൗത്ത് ഗോവയിൽ തന്നെയാണ്. ഒരുപാട് ഷെൽസ് ഉണ്ട് ഇവിടെ. എനിക്ക് നോർത്ത് ഗോവയിലൊന്നും അങ്ങനെ ഞാൻ കണ്ടില്ല. ഇവിടെ ആണെങ്കിൽ ഒരുപാട് ഷെൽസും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഒരുപാടുണ്ട്. നല്ല കാമാണ്. നമ്മൾ റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വരണമെങ്കിൽ സൗത്ത് ഗോവ ആയിരിക്കും ബെസ്റ്റ്. അതേപോലെ തന്നെയാണ് ലൈഫ് ഗാർഡിൻ്റെ കാര്യവും. അവർ എപ്പോഴും ചെക്ക് ചെയ്തുകൊണ്ടിരിക്കും നമ്മൾ എവിടെയാണ് ഇറങ്ങുന്നത്, എത്ര ദൂരത്തേക്ക് പോകുന്നുണ്ടെന്ന് എപ്പോഴും ചെക്ക് ചെയ്തുകൊണ്ടിരിക്കും. അവരുടെ വണ്ടി ഫുൾ ടൈം ബീച്ചിൽ ചെക്കിങ് ആണ്. കാരണം ഈയിടെ 2 പേര് മരിച്ചു എന്ന് അറിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനുശേഷം ഭയങ്കര ചെക്കിങ് ആണ്. മാത്രമല്ല മഴയും ഒക്കെ കാരണം തിര നന്നായിട്ട് കൂടിയിട്ടുണ്ട്. അപ്പോൾ അധികം ദൂരത്തേക്ക് പോകാൻ അവർ സമ്മതിക്കില്ല. പക്ഷെ ഉച്ച കഴിഞ്ഞ് 2:30 കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ തിരയെല്ലാം ഈ കടൽ അങ്ങോട്ട് ഇറങ്ങാൻ തുടങ്ങും. ഈ അകത്തേക്ക് കയറാമെന്ന് പറഞ്ഞില്ലേ നേരത്തെ, 1.5 കിലോമീറ്ററോളം, അത്രയും ദൂരം കടലങ്ങ് ഇറങ്ങിപ്പോകും. അപ്പോൾ അതിനുശേഷം അവർക്ക് കുഴപ്പമൊന്നുമില്ല. പിന്നെ സൺസെറ്റ് വരെയാണ് ബീച്ച് അലൗഡായിരിക്കുന്നത്. അപ്പോൾ ഇന്ന് ഫുള്ള് ഈ ബീച്ചിൽ തന്നെയാണ്, ഇന്ന് ഫുള്ള് വെള്ളത്തിലാണ്.
ഉച്ചയായിട്ടുണ്ട്, നല്ല പൊരിഞ്ഞ വെയിലായിരുന്നു. ഈ വെയിലുമായിട്ടൊന്ന് അഡ്ജസ്റ്റ് ആവാൻ തന്നെ ഒരു ദിവസം പിടിക്കും. അപ്പം നല്ല വിശപ്പുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അടുത്ത് തന്നെ ഷാക്കിൽ കയറി. ഇതൊരു റിസോർട്ടും കൂടി കേട്ടോ. ഇതിൻ്റെ ബാക്കിൽ താമസിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ആദ്യം കിട്ടിയത് ചിക്കൻ ലോലിപ്പോപ്പാണ്. അപ്പോൾ അത് കഴിച്ചിട്ട് അച്ഛനും മോനും കൂടി വീണ്ടും വെള്ളത്തിലിറങ്ങാൻ പോയി. അപ്പോൾ ഫുഡ് ഓർഡർ ചെയ്തിട്ട് കുറച്ച് ടൈം എടുക്കുമല്ലോ വരാൻ. അപ്പോൾ ആ ടൈമിലൊക്കെ അവർ പോയി കളിക്കായിരുന്നു വെള്ളത്തിൽ. നമ്മുടെ ഫുഡ് വന്നു. ഇതൊരു സാലഡാണ്. ഇത് നമ്മുടെ ഗോവൻ പ്രോൺസ് കറിയാണ്. അതിൻ്റെ കൂടെ ഒരു പുലാവും ഒരു ഗാർലിക് റൈസും പറഞ്ഞു. അപ്പോൾ അതെല്ലാം വന്നിട്ടുണ്ട്. ഷാക്കിലെ ഫുഡിന് വെളിയിൽ നിന്ന് കഴിക്കുന്ന ഫുഡിനേക്കാളും റേറ്റ് കൂടുതലാട്ടോ. ഒരു 50 രൂപയോളം റേറ്റ് കൂടുതലാണ്. അപ്പോൾ നമ്മൾ പുറത്തൊക്കെ ദൂരെ നിന്ന് എന്ന് വെച്ചാൽ ബീച്ചിനോട് എത്ര അടുത്ത് വരുന്നോ അത്രയും റേറ്റ് കൂടും. പിന്നെ നമ്മൾ കുട്ടികളെയും കൊണ്ട് കുറച്ച് ഇനി ഈ വെയിലത്ത് നടക്കണ്ടല്ലോ എന്ന് വെച്ചിട്ട് ഷാക്കിൽ കയറണതാണ്. ബീച്ചില്ലാത്ത എൻ്റെ വ്ളോഗ്സൊക്കെ കുറവാണെന്ന് തോന്നുന്നു അല്ലേ. ഞാൻ പോകുന്നിടത്തൊക്കെ ബീച്ചുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് 4 പേർക്കും ഒരേപോലെ ഇഷ്ടമുള്ള സംഭവങ്ങളാണ് ബീച്ച്, മാർക്കറ്റ്, ഫിഷ്, മീൻ പിടുത്തം എല്ലാം. അപ്പോൾ കൂടുതൽ വ്ളോഗും അതിൻ്റെ പറ്റിയാണ്. എനിക്ക് തോന്നുന്നു 1-2 നാട്ടിലൊക്കെ കാണിച്ചപ്പോഴാണ് ബീച്ചൊന്നും ഇല്ലാത്തത് വ്ളോഗൊക്കെ കേട്ടത്. നല്ല ടേസ്റ്റി ഫുഡായിരുന്നു കേട്ടോ. പ്രോൺസ് കറിയൊക്കെ അടിപൊളിയായിരുന്നു. ഇവിടെ ഞങ്ങളൊരു 5 days ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ എനിക്ക് കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ. കമൻറ്റോ അല്ലെങ്കിൽ മെയിലോ ചെയ്യാം. ഇനിയിപ്പം വീഡിയോ ഒന്നും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അതും പറയണം. ഇപ്പം തന്നെ കടൽ ഇറങ്ങാൻ തുടങ്ങി കേട്ടോ. ഉച്ച കഴിഞ്ഞപ്പോഴത്തേക്കും കടൽ ഇറങ്ങാൻ തുടങ്ങി. ഇപ്പോൾ തിരയൊക്കെ അവിടെയൊക്കെ കുറവാണ്. നല്ല തെളിഞ്ഞ് കിടക്കുകയാണ്. അകത്ത് ആ മണ്ണിലൊക്കെ പറ്റി പിടിച്ചിരിക്കുന്ന കുഞ്ഞു കുഞ്ഞ് ഷെൽസൊക്കെ നമുക്ക്